2 ദിവസത്തെ കേരള തമിഴ്നാട് സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. തമിഴ്നാട്ടിലെ വിവിധ പരിപാടികൾക്ക് ശേഷം ഇന്ന് ഉച്ചയോടെ പ്രധാന സേവകൻ തലസ്ഥാനത്തെത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി 1:15 മഹാരാഷ്ട്രയിലേക്ക് പോകും. കൂടാതെ തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ ശേഷം വീണ്ടും കണ്ടെത്തിയ സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. സംഭവ ദിവസം കുട്ടിയെ കണ്ടെത്തിയ ഇടങ്ങളിൽ അജ്ഞാതന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് പോലീസിന്റെ പുതിയ നീക്കം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഏറ്റവും ആദ്യമായി പ്രധാനമന്ത്രിയുടെ കേരള തമിഴ്നാട് സന്ദർശന പരിപാടികളെക്കുറിച്ചാണ്. ഇന്നലെ കേരള സന്ദർശനത്തിന് ശേഷം പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിയതിനു ശേഷം തമിഴ്നാട്ടിലേക്കായിരുന്നു അദ്ദേഹം പോയത്. ഇന്ന് മടക്കമുണ്ട്. തിരുവനന്തപുരം വഴി തന്നെയാണ്. ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. എങ്ങനെ നോക്കിക്കാണാം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രവർത്തകരെ ആവേശത്തിലാക്കി തന്നെയാണ് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാന സേവകൻ ഇന്നലെ തലസ്ഥാനത്തെത്തിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി കേരളത്തിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലും എത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വിവിധ പരിപാടികൾ, പ്രത്യേകിച്ച് VSSCയിലെ ഔദ്യോഗിക പരിപാടി ഗഗൻയാന്റെ ഉൾപ്പെടെ നിർണായകമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിലെ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ നയിച്ച പദയാത്രയിൽ അതിന്റെ സമാപന സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഇടതു വലത് മുന്നണികൾക്കെതിരെ നടത്തിയതിനു ശേഷമാണ് ഉച്ചയോടുകൂടി ഏകദേശം 1:30 അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടത്. ഹെലികോപ്റ്റർ മാർഗമാണ് കോയമ്പത്തൂരിലേക്ക് പോയത്. ഇന്നലെ കോയമ്പത്തൂരിൽ വിവിധ പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തു. തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ അദ്ദേഹം വിവിധ പരിപാടികൾ പങ്കെടുത്തു. ഇന്നും സമാനമായി തന്നെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. പൊതുസമ്മേളനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. നിർണായകമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. 17,000 കോടിയിലധികം രൂപയുടെ പ്രഖ്യാപനങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കുമ്പോൾ തന്നെയാണ് പ്രവർത്തകർക്കിടയിൽ ആവേശമുണ്ടാക്കാനായി പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കും ഒപ്പം തന്നെ തമിഴ്നാട്ടിലേക്കുമുള്ള വരവ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തമിഴ്നാട്ടിലെ പരിപാടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ മാർഗം തന്നെ തിരികെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തും. വിമാനത്താവളത്തിൽ നിന്നും 1:15 കൂടിയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് പുറപ്പെടുന്നത്. സമാനമായി തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുക്കിയതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിവിധ പദ്ധതികളുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ മഹാരാഷ്ട്രയിൽ നടത്താൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കുള്ള വരവിന് സമാനമായി തന്നെയാണ് തമിഴ്നാട്ടിലെയും മഹാരാഷ്ട്രയിലെയും വരവ് അല്ലെങ്കിൽ അവിടെ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഇന്നും തലസ്ഥാന ജില്ലയിൽ ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിമാനത്താവളത്തിലേക്ക് മാത്രമാണ് അദ്ദേഹം എത്തുന്നത് എങ്കിൽ പോലും പുറത്തേക്ക് അദ്ദേഹം ഇറങ്ങുന്നില്ല. മറ്റ് പരിപാടികളിലൊന്നും തന്നെ നേരിട്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും സുരക്ഷാ സജ്ജീകരണങ്ങളുടെ ഭാഗമായിട്ടും സുരക്ഷാ നടപടികളുടെ ഭാഗമായിട്ടും SPGയുടെ ഉൾപ്പെടെയുള്ള സുരക്ഷയുടെ ഭാഗമായിട്ടുമാണ് ഇന്ന് വിമാനത്താവളത്തിന് സമീപം വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയായിരിക്കും ഇന്നത്തെ തലസ്ഥാനത്തെ വാഹന നിയന്ത്രണങ്ങൾ. ഒപ്പം തന്നെ ഈ വിമാനത്താവളത്തിന്റെ സമീപങ്ങൾ കേന്ദ്രീകരിച്ച് ചാക്ക, ഈഞ്ചയ്ക്കൽ, പേട്ട ഉൾപ്പെടെയുള്ള മേഖലകളിലും വള്ളക്കടവ് ഉൾപ്പെടെയുള്ള മേഖലകളിലും തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്തും ഒക്കെ തന്നെ ഗതാഗത നിയന്ത്രണം തുടരും. സിറ്റിയിലേക്ക് എത്തുന്നവർ ഇതൊരു അറിയിപ്പായി കാണുക. ഒപ്പം തന്നെ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ തന്നെ റിക്കവറി വാഹനം ഉപയോഗിച്ച് കേരള പോലീസ് നീക്കം ചെയ്യും എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ എന്തായാലും തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഇങ്ങോട്ടുള്ള വരവ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം തന്നെ തീയതി പ്രഖ്യാപനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും തലസ്ഥാനത്തേക്ക് അദ്ദേഹം മടങ്ങിയെത്തും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി പ്രവർത്തകർക്കുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ആവേശം പകരാൻ ഒപ്പം തന്നെ പ്രവർത്തകർക്കിടയിൽ ഒരു ആവേശം ഉണ്ടാക്കാൻ പ്രധാനമന്ത്രിയുടെ വരവിൽ കഴിഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി, ശാലിനി, തീർച്ചയായും. കാരണം വികസിത ഭാരതം എന്നുള്ളൊരു കാഴ്ചപ്പാട് അതിലേക്ക് അതിവേഗം നമ്മൾ നടത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓടിയെടുക്കുകയാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് 3ാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമെന്ന് വളരെ ഉറപ്പായ ഒരു സാഹചര്യത്തിൽ കേരളവും അതിന്റെ ഭാഗമാകുമെന്നൊക്കെ പ്രധാനമന്ത്രി ഇന്നലെ തലസ്ഥാന നഗരിയിൽ പ്രവർത്തകർക്ക് നൽകിയ സന്ദേശത്തിനിടയിൽ പറഞ്ഞിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവിധ സംസ്ഥാനങ്ങളിലെ സന്ദർശനം അത് വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം അല്ലെങ്കിൽ അത്തരത്തിലൊരു വെറും ആവേശമുള്ളവാക്കലിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. കാരണം വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് പ്രത്യേകിച്ചും കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട ഹൈഡ്രജൻ യാനം അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഓൺലൈനായിട്ടാണെങ്കിലും ഉദ്ഘാടനം ചെയ്യുന്നു. വിവിധ വികസന പദ്ധതികൾ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞതും ഇനി പൂർത്തിയാക്കാൻ പോകുന്നതും നാഴികക്കല്ലുകളാകാൻ പോകുന്നതുമായ പദ്ധതികളുടെ ഉദ്ഘാടനം കൂടിയാണ് എന്നുള്ളതാണ് ഈ പ്രധാന സേവകന്റെ വരവിനെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ്.
ലക്ഷ്മി, അത് തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയ ചില നിരീക്ഷണങ്ങളുണ്ട്. രാജ്യ പുരോഗതി എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ളതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും വികസനം എത്തുക, എല്ലാ സംസ്ഥാനങ്ങളുടെയും വികസനത്തിന്റെ ഭാഗമാകുക, അത് തന്നെയാണ് രാജ്യ പുരോഗതി എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പരമാവധി ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രത്യേകിച്ച് ഭാരതരി ഉൾപ്പെടെ കേരളത്തിന് നൽകുക, കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഉൾപ്പെടെ പദ്ധതികൾക്ക് ഔദ്യോഗികമായി തുടക്കം ഇന്ന് പ്രധാനമന്ത്രി നടത്തുന്നു. ഗഗൻയാൻ പോലെയുള്ള പദ്ധതികൾ ഒരുപക്ഷെ രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയാണ്, സ്വപ്ന പദ്ധതിയാണ്. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ എത്തിക്കുക, ഒപ്പം തന്നെ ബഹിരാകാശത്തൊരു സ്പേസ് സ്റ്റേഷൻ, അത് 2035 കൂടി പ്രാവർത്തികമാകുമെന്നുള്ളൊരു പ്രഖ്യാപനം അത് ഇന്നലെ അദ്ദേഹം VSSCയിലെ പരിപാടിയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്വപ്ന പദ്ധതിയിലേക്ക് അടുക്കുന്നതോടൊപ്പം തന്നെ വികസിത ഭാരതം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപക്ഷെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുമ്പോഴേക്കും വളർച്ചയുടെ കാര്യത്തിൽ, പുരോഗതിയുടെ കാര്യത്തിൽ, നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ മൂന്നാം രാജ്യമായി അല്ലെങ്കിൽ ആ ഒരു പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്കെങ്കിലും നമ്മൾ എത്തും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഒരുപക്ഷെ മൂന്നാം മോദി സർക്കാരിന് ഒരുപക്ഷെ കൂടുതൽ പ്രാധാന്യം നൽകാൻ അല്ലെങ്കിൽ കൂടുതൽ ആക്കം കൂട്ടാനായി കേരളത്തിന്റെ ഈ ഒരു മുന്നേറ്റം അത് തങ്ങൾക്ക് പ്രയോജനം നൽകുന്നുണ്ട്, പ്രചോദനമാകുന്നുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം കൂടി ഇന്നലെ അദ്ദേഹം ഈ പദയാത്രയിൽ പറയുകയുണ്ടായി. പല ഘട്ടങ്ങളിലും ഇടത് വലത് മുന്നണികൾ പറയാറുണ്ട് കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുണ്ട്, കേന്ദ്ര പദ്ധതികൾ കൃത്യമായി നൽകുന്നില്ല, കേന്ദ്ര വിഹിതം നൽകുന്നില്ല എന്നുള്ളതൊക്കെ. പക്ഷെ ആ നിരീക്ഷണങ്ങളെയൊക്കെ തന്നെ പൊളിച്ചടുക്കിക്കൊണ്ട്, ആ വിമർശനങ്ങളെയൊക്കെ തന്നെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്നുള്ളതാണ്. കാരണം ഒരു സംസ്ഥാനത്തെയും BJP ഭരിക്കുന്നതല്ലാത്തത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഒന്നും തന്നെ തങ്ങൾ കരുതലിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. നൽകേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ നൽകുന്ന പല പദ്ധതികളും പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ പേരുകൾ മാറ്റി, അത് വക മാറ്റി ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു വിമർശനം കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി. എന്തായാലും കേരളത്തിനൊപ്പം തങ്ങളുണ്ട്, കേരളത്തെ ചേർത്ത് പിടിക്കാൻ കേന്ദ്രമുണ്ട് എന്നുള്ള പ്രഖ്യാപനം നടത്തിയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും അത് തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷ നൽകും. ഒപ്പം തന്നെ കേരളത്തിൽ 2 അക്ക സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. BJPക്ക് കരുത്തു പകരാൻ, കേന്ദ്രത്തിന് തുടർ ഭരണത്തിന് കരുത്തു പകരാൻ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം ശുഭപ്രതീക്ഷ വെച്ചിട്ടുള്ളത്. എന്തായാലും അതിനുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി NDA സഖ്യം, BJP തുടങ്ങിയിട്ടുണ്ടെന്ന നേതൃയോഗങ്ങളൊക്കെ ഇന്നലെ ചേർന്നിരുന്നു. ഇന്ന് മറ്റു ഭാരവാഹി യോഗങ്ങളൊക്കെ തന്നെ തലസ്ഥാനത്ത് ചേരുന്നുണ്ട്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് അടുത്തിരിക്കുമ്പോൾ, തീയതി പ്രഖ്യാപനം ഉൾപ്പെടെ അടുത്തിരിക്കുമ്പോൾ BJPയും NDAയും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ നടപടികൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് BJP നേതൃത്വം അറിയിക്കുന്നത്. അതേസമയം തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് ചൂട് പകരുന്നത് കൂടിയായി പ്രധാനമന്ത്രിയുടെ വരവ് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് മഹാരാഷ്ട്രയിലേക്ക് മടങ്ങുന്ന പ്രധാനമന്ത്രി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക്, ജില്ലയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ BJP പ്രവർത്തകർ വെക്കുന്നുണ്ട്. ഒരുപക്ഷെ 2024 ആദ്യ തിരുവനന്തപുരം യാത്രയിൽ പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ആവേശം പകരാൻ പ്രധാനമന്ത്രിക്ക് വരവോടെ കഴിഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി. Yes.